ഗുജറാത്ത് മുഖ്യമന്ത്രി ആനന്ദിബെൻ പട്ടേൽ രാജ്യസന്നദ്ധത അറിയിച്ചു. എം സന്തോഷ് ചേരുകയാണ് വിവരങ്ങളുമായി. സന്തോഷ്, ദളിത് വിരുദ്ധ പ്രക്ഷോഭം ശക്തമായ സാഹചര്യത്തിലാണോ ആനന്ദിബെന്നിന്റെ തീരുമാനം? ഗിരിഷ്മ, ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ട് വഴിയാണ് ആനന്ദിബെൻ പട്ടേൽ ഇപ്പോൾ രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. പ്രായാധിക്യം കൊണ്ട് രാജിവെക്കാൻ താല്പര്യപ്പെടുന്നുവെന്നും പുതിയ ആൾക്കാർക്കായി അവസരം നൽകുകയാണെന്നുമാണ് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ നിലവിൽ ഇപ്പോൾ ഗുജറാത്തിൽ നടക്കുന്ന ദളിത് പ്രക്ഷോഭങ്ങൾ അതിനെ നേരിടാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ള വളരെ വലിയ രൂക്ഷമായിട്ടുള്ള ഒരു ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ദളിത് വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളെ തുടർന്ന് ദിവസങ്ങളായി ഗുജറാത്തിൽ സമരം നടന്നു വരികയാണ്. വലിയ രീതിയിലുള്ള ദളിത് പ്രക്ഷോഭം നടന്നു വരികയാണ്. ഗോരക്ഷാ സേനാ പ്രവർത്തകർ വിവിധയിടങ്ങളിൽ ദളിതരെയും സ്ത്രീകളെയും ആക്രമിക്കുന്നത് ഉൾപ്പെടെയുള്ള കാഴ്ചകളാണ് ഉണ്ടാകുന്നത്. പശുവിനെ കൊന്നു എന്നാരോപിച്ച് 4 ദളിത് യുവാക്കളെയും കുടുംബാംഗങ്ങളെയും ക്രൂരമായി ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് വലിയ രീതിയിലുള്ള ദളിത് പ്രക്ഷോഭം ഗുജറാത്തിൽ പൊട്ടിപ്പുറപ്പെട്ടത്. ഈ ദളിത് പ്രക്ഷോഭം സംസ്ഥാന സർക്കാരിന് ഈ വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ കാര്യമായി നേരിടാൻ വേണ്ടി ഗുജറാത്ത് സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ള വിമർശനം പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മറ്റൊരു പ്രധാന കാര്യം, ആനന്ദിബെൻ പട്ടേൽ നേരത്തെ തന്നെ ചില അസംതൃപ്തി, പ്രത്യേകിച്ചും സ്വതന്ത്രമായി ഭരിക്കാനുള്ള അവസരമില്ല എന്നുള്ള അസംതൃപ്തി അറിയിച്ചതായിരുന്നതുള്ള വാർത്തകൾ, സ്ഥിരീകരിക്കാത്ത വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ രാജി പ്രഖ്യാപനത്തെ തീർച്ചയായും പ്രായാധിക്യം കൊണ്ടുള്ള ഒരു രാജി സന്നദ്ധതയായി കാണാൻ കഴിയില്ല. മറിച്ച് വ്യക്തമായ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് സ്ഥാനത്യാഗത്തിന് ആനന്ദിബെൻ പട്ടേൽ തയ്യാറായിരിക്കുന്നത് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് എത്തേണ്ടി വരും. ഗിരീഷ്മ. സന്തോഷ്, ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൂടിയാണോ ഈ തീരുമാനം? ഗ്രീഷ്മ, 2017 ഗുജറാത്ത് നിയമസഭയിലേക്ക് ഇനി തിരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. അതിന് മുന്നോടിയായി തന്നെ പുതിയ ആൾക്കാർക്ക് അവസരം നൽകുക എന്നാണ് ആനന്ദിബെൻ പട്ടേൽ വിശദീകരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും BJP വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഗുജറാത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വിഷയം ഏറ്റവും അവസാനമായി ഉണ്ടായ ദളിത് പ്രക്ഷോഭം മാത്രമല്ല, അതിനു മുൻപ് പട്ടേൽ വിഭാഗക്കാരുടെ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം ഗുജറാത്തിൽ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പട്ടേൽ സമുദായക്കാർ സംവരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭവും ഇപ്പോഴും ഗുജറാത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ വിവിധ വിഭാഗങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും അതൊരു ക്രമസമാധാന പ്രശ്നമായി തന്നെ ഉയർന്നു വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഈ ഇത്തരത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനെതിരെ രാഷ്ട്രീയപരമായ ആക്രമണം വിവിധ കോണുകളിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള വിവിധ വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ കൂടിയാണ്. പ്രത്യേകിച്ചും ആനന്ദിബെൻ പട്ടേലിന് കാര്യമായ ഒരു പിന്തുണ BJP ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു വിമർശനവും കൂടിയുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഇത്തരത്തിൽ തീർത്തും രാഷ്ട്രീയമായി തന്നെ ഒരു രാജി സന്നദ്ധത ഇപ്പോൾ ആനന്ദിബെൻ പട്ടേൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഗിരീഷ്മ. എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. നർസിംഗ് യാദവിന് റിയോ ഒളിമ്പിക്സിൽ യോഗ്യത. ഉത്തേജക മരുന്ന് വിവാദത്തിൽപ്പെട്ട നർസിംഗിന് യോഗ്യത നഷ്ടമാകുമെന്ന് വാർത്തകളുണ്ടായിരുന്നു. നാഡയുടെ തീരുമാനം വന്നിരിക്കുന്നു. നർസിംഗിന് ഒളിമ്പിക്സിൽ പങ്കെടുക്കാം. മനു ശങ്കർ ചേരുന്നു. മനു, വിശദാംശങ്ങൾ. ഗ്രീഷ്മ, എന്തായാലും ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി ഇപ്പോൾ ഗുസ്തി താരം നർസിംഗ് യാദവിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ഉത്തരവ് വിധിച്ചിരിക്കുകയാണ്. നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 8 മണിക്കൂറിൽ പരമുള്ള ചോദ്യം ചെയ്യലും മറ്റും നടത്തിയിരുന്നു. തൻ്റെ ഭക്ഷണത്തിൽ താനില്ലാത്ത സമയത്ത് ഇത്തരത്തിൽ ഉത്തേജക മരുന്ന് ഗൂഢാലോചനയിലൂടെ കലർത്തുകയായിരുന്നു എന്ന് നർസിംഗ് യാദവ് ആരോപിച്ചിരുന്നു. ഇത് സ്ഥിരീകരിക്കുന്നത് സംബന്ധിച്ച് സായി കേന്ദ്രത്തിലെ ചില ജീവനക്കാരുടെ മൊഴിയും മറ്റും നാട രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ രാജ്യാന്തര ഉത്തേജക വിരുദ്ധ ഏജൻസിയുടെ തന്നെ നിലവിലെ നിയമവ്യവസ്ഥകൾ അനുസരിച്ചും ഒരു അട്ടിമറി സാധ്യതയുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നർസിംഗിനെ ഉത്തേജക വിരുദ്ധ പരിശോധനയ്ക്ക് വിധേയനാക്കാം എന്ന നിയമം നിലനിൽക്കുന്നു. അതിനാൽ നർസിംഗിനെ വീണ്ടും ഉത്തേജക വിരുദ്ധ പരിശോധനയ്ക്ക് വിധേയനാക്കാനാണ് ഇപ്പോൾ ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി തീരുമാനിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് റെസ്ലിംഗ് ഫെഡറേഷൻ്റെ ഓഫീസിലാണ്. ഇവിടെ ഇപ്പോൾ മധുരപലഹാരങ്ങളും മറ്റും വിതരണം ചെയ്തുകൊണ്ടാണ് ഇവർ ഇപ്പോൾ സന്തോഷം പങ്കുവെക്കുന്നത്. എന്തായാലും നർസിംഗിന് ഒളിമ്പിക്സിലേക്ക് യോഗ്യത കിട്ടിയത് ഇന്ത്യയുടെ
വിജയം എന്നാണ് നിലവിൽ ഇപ്പോൾ റെസ്ലിംഗ് ഫെഡറേഷനിലെ ആളുകൾ പ്രതികരിക്കുന്നത്. നിലവിൽ അല്പസമയങ്ങൾക്കകം ഇക്കാര്യം വിശദീകരിക്കുവാൻ റെസ്ലിംഗ് ഫെഡറേഷൻ പ്രസിഡന്റ് തന്നെ ഇപ്പോൾ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അല്പസമയങ്ങൾക്കകം തന്നെ ഇത് ആരംഭിക്കും. നിലവിൽ ഇന്ത്യക്ക് പ്രതീക്ഷ നിർഭരമായ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുണ്ടായിരുന്ന 74 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു താരമായിരുന്നു നർസിംഗ് യാദവ്. ഇതിനെ തുടർന്നാണ് നർസിംഗ് യാദവിനെ റിയോയിലേക്കും ഒപ്പം പരിശീലന മത്സരങ്ങൾക്കായി സ്പെയിനിലേക്കും പോകുന്നതിന് തൊട്ട് മുമ്പായി തന്നെ ഇത്തരത്തിൽ അട്ടിമറി ആരോപണങ്ങളിലൂടെ വീണ്ടും ഉത്തേജക വിരുദ്ധ പരിശോധനയിൽ പരാജയപ്പെട്ടതായി അറിഞ്ഞത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി തന്നെ നർസിംഗ് കുറ്റവിമുക്തനാണ് എന്ന് വിധിച്ചിരിക്കുകയാണ്. നിലവിൽ നമ്മൾക്കിപ്പോൾ ദൃശ്യങ്ങളിലെല്ലാം കാണാം വിവിധ തലങ്ങളിൽ ആഘോഷവും അതിനൊപ്പം സന്തോഷവും റെസ്ലിംഗ് ഫെഡറേഷൻ മറ്റും പങ്കുവയ്ക്കുകയാണ്. ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്കൊക്കെ ലഡു വിതരണവും മറ്റും നടത്തിക്കൊണ്ടായിരുന്നു ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിയുടെ കേട്ടതിന് ശേഷം റെസ്ലിംഗ് അസോസിയേഷൻ പ്രതിനിധികളും പ്രതികരിച്ചിരിക്കുന്നത്. ഗ്രീഷ്മ, മനു, അട്ടിമറിയാണെന്ന് നർസിംഗ് തന്നെ വിവാദത്തിൽപ്പെട്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അതിനു ഈ പിന്നിലുള്ള കാരണങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അട്ടിമറി സാധ്യത ഇപ്പോഴും നാട് തള്ളിക്കളയുന്നുണ്ടോ? തീർച്ചയായും നാട പൂർണ്ണമായി തന്നെ ഈ അട്ടിമറി സാധ്യതകൾ അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നാട ഈ നിലപാടുകൾ പൂർണ്ണമായി തന്നെ അംഗീകരിച്ചിരിക്കുന്നു. നിലവിൽ റെസ്ലിംഗ് ഫെഡറേഷൻ അടക്കം ഇക്കാര്യം സ്ഥിരീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തുകൊണ്ട് പ്രതികരിച്ചിരുന്നു. ഈ റെസ്ലിംഗ് ഫെഡറേഷൻ കൂടി നർസിംഗിനെ പിന്തുണച്ചുകൊണ്ടൊരു നിലപാട് സ്വീകരിച്ചതാണ് നർസിംഗിന് അനുകൂലമാവുകയും ചെയ്തിരുന്നത്. നർസിൻ്റെ ഭക്ഷണത്തിൻ്റെ സാമ്പിൾ പരിശോധനയിൽ ഈ ഉത്തേജക മരുന്നിൻ്റെ അംശം കണ്ടെത്താനായിരുന്നില്ല. എന്നാൽ വലിയ രീതിയിൽ നർസിംഗിന് അനുകൂലമായത് നിലവിൽ 74 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലാണ് നർസിംഗ് മത്സരിച്ചത്. എന്നാൽ ഈ ഉത്തേജക മരുന്നിൻ്റെ അംശം ശരീരത്തിൽ കണ്ടെത്തിയതിനു ശേഷം 6 കിലോഗ്രാം ഭാരം വർദ്ധിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലൊരു ഭാരവർദ്ധനവിനായി ഇത്തരത്തിലൊരു ഉത്തേജക മരുന്ന് ഒരു കായിക താരം കഴിക്കേണ്ടതുണ്ടോ എന്നൊരു വാദമാണ് നിലവിൽ നർസിംഗ് ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി മുമ്പാകെ ചൂണ്ടിക്കാട്ടിയത്. ഈ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പൂർണ്ണമായി തന്നെ നിലവിൽ രാജ്യാന്തര ഉത്തേജക വിരുദ്ധ ഏജൻസിയായ വാഡയുടെ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുമാണ് നർസിംഗിനെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ഇപ്പോൾ ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി വിധിച്ചിരിക്കുന്നത്. അതിനാൽ നർസിംഗിന് ഇനി റിയോയിലേക്കുള്ള ടിക്കറ്റും ഉറപ്പിക്കാം. ഗ്രീഷ്മ, മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. നർസിംഗ് യാദവിന് റിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കാം.